ഹലോ കൂട്ടുകാരെ, ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശൻ രാത്രിയിൽ ഉറക്കമില്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങളെന്താ ഉറങ്ങാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, 2-3 ദിവസമായിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. ആദ്യം ആദർശനായിരുന്നു ഈ കുഴപ്പം, ഇപ്പോൾ ആദർശം ഓക്കെ ആയപ്പം നിങ്ങൾക്കായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കിടക്കണത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പോവുകയാണ് കേട്ടോ. ഈ പാതിരാത്രിയിൽ എവിടെ നടക്കാൻ പോവുകയാണ് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും, ഇല്ല ഞാൻ വെറുതെ ഹാളിക്കൂടെ ഒന്ന് നടന്നിട്ട് വരാം എന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. വേണ്ട, നീ കിടന്നോ, നീ ഇനി ബുദ്ധിമുട്ടണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഞാൻ എന്തായാലും ഉറങ്ങാതിരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. താനിവിടെ കിടന്നോ, ഞാൻ പോയിട്ട് വരാം, എനിക്കിവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ മുറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഹാളിലേക്ക് പോവുകയാണ്. ഒരു സമാധാനവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ മനസ്സിൽ മുഴുവൻ ആദർശിൻ്റെയും ചന്തമോളുടെ കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും ആദർശ് നായനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ഭാഗം ക്ലിയറായി. എന്നാലും ദേവയാനി ഇത് അറിയുമ്പോഴേക്കും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കുകയാണ് മുത്തശ്ശൻ. അവളിതറിയുമ്പോഴേക്കും എന്തായാലും ഈ വീടിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകും മുത്തശ്ശൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. നവ്യാണെങ്കിൽ പ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ റെഡിയായിരിക്കുകയാണ്. ആ ഒരു സമയത്താണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. ചന്തുമോൾ എന്തായാലും അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം ഏകദേശം മുത്തശ്ശനും നയനയ്ക്കും ആദർശനൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം അബിയുടെ ബ്ലാക്ക് മെയിലിങ്ങും പിന്നെ അബിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും പിന്നെ അബിയുടെ ഒരു ടെൻഷനും ഇതൊക്കെ കാണുമ്പോഴേക്കും തന്നെ നയനയ്ക്കും അതുപോലെ തന്നെ ആദർശനും മുത്തശ്ശനും ഒക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിലും അബി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ നവ്യ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും, ഇനി ആ കുട്ടിക്ക് ഒരു വിഷമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് മുത്തശ്ശൻ. ഒരുപക്ഷേ ഈ തെറ്റ് ചെയ്തതും അബിയാണെന്നുണ്ടെങ്കിൽ അബിക്ക് എന്ത് ശിക്ഷ ഞാൻ കൊടുക്കും, അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അനഘ ഇനി കോമ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നാൽ അവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ, നവ്യ എന്നാൽ ഞാൻ എന്ത് സമാധാനം പറയും, ആ കുട്ടിയോട് എന്ത് പറയും എന്ന്. ചന്തുമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ ഈ വീട്ടിലുള്ള പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു സ്ഥാനത്ത് ചന്തുമോളുടെ അമ്മ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. നവ്യ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ചന്തുമോളെ ഇവിടെ കാണുമ്പോഴേക്കും നവ്യയ്ക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഒരു സമയത്ത് തന്നെ അവരും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അങ്ങനത്തെയുള്ള 100 കൂട്ടം സംശയങ്ങളാണ് മുത്തശ്ശൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആരുടെ മുറിയിൽ നിന്ന് ഒരു സൗണ്ട് മുത്തശ്ശൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ഹാളിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ അബിയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അബി ഇത്ര സമയമായിട്ട് ഉറങ്ങിയിട്ടില്ല. അബി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒച്ചയിലാണ് അബി സംസാരിക്കുന്നതും. അപ്പം ഇത്രയും സമയമായിട്ട് ഇവൻ എന്താ ഉറങ്ങാത്തത് എന്നൊക്കെ ഇങ്ങനെ നോക്കാനായിട്ട് ജസ്റ്റ് അബിയുടെ മുറിയിലോട്ട് ഒന്ന് മുത്തശ്ശൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും അബി വളരെ സീരിയസ് ആയിട്ട് തന്നെ ആരോടോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വാതിൽ പതിയെ ചാരിയിട്ടേ ഉള്ളൂ. എന്നിട്ട് മുത്തശ്ശൻ ആ കഥകിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അബി വേറെ ഏതോ ഒരു ഫോൺ എടുത്ത് അവൻ്റെ കബോർഡിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ആ കബോർഡ് പൂട്ടി ആ താക്കോലെടുത്ത് മാറ്റി വെക്കുന്നത് മുത്തശ്ശൻ കാണുന്നുണ്ട്. എന്നിട്ട് അവൻ ലൈറ്റ് ഓഫാക്കി കട്ടിലിൽ വന്ന് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവൻ എന്തായിരിക്കും ഈ ഒളിപ്പിച്ച് വെച്ചത്, അതും ഈ പാതിരാത്രിയിൽ അവൻ എന്താ ഒളിപ്പിച്ച് വെക്കാനുള്ളത്. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത്ര സമയം അവൻ എവിടെയായിരുന്നു, അവൻ എവിടെ പോയേക്കുമായിരുന്നു, അവൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പോലും അവൻ്റെ അമ്മയ്ക്ക് പോലും ഉത്തരവാദിത്തമില്ല. ആ ഫോൺ ആരുടെ ഫോണായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൾക്ക് അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. തലയിറച്ച് നടക്കുന്ന മോന് അവളും കണക്കാ അവനും കണക്കാ. ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് പരിഹരിക്കാൻ നമ്മൾ ഇവരുടെ പുറകെ നടക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പെറുപുറത്തോണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് മാറി പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെയും മുത്തശ്ശൻ ഹാളിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് അപ്പോഴും മുത്തശ്ശൻ്റെ മനസ്സിൽ അബി ആരുടെ ഫോണാണ് അവിടെ പാത്ത് വെച്ചത്, ആ കബോർഡിനകത്ത് ആ ഫോണിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അബി എന്തിനാണ് ആ ഫോൺ ഒളിപ്പിച്ച് വെച്ചത്, അത് പൂട്ടി ആ കബോർഡ് ആരും തുറക്കാതിരിക്കാനായിട്ട് അത് പൂട്ടി ആ ആ ചാവി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫോണിനകത്ത് എന്തോ രഹസ്യമുണ്ട്, അത് ചിലപ്പോൾ ചന്തുമോളെ പറ്റിയുള്ള രഹസ്യങ്ങളായിരിക്കുമോ അല്ലെങ്കിൽ അനഘയുടെ എന്തെങ്കിലും വിവരങ്ങൾ അടങ്ങിയ ഫോണായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ തന്നെ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. മുത്തശ്ശന് അതിനകത്ത് ആ ഫോണിനകത്തുള്ള രഹസ്യം അറിയാനായിട്ട് ഭയങ്കര ആവേശമായി. മുത്തശ്ശൻ എന്നിട്ട് മറ്റൊന്നും തന്നെ ചിന്തിച്ചില്ല. പിന്നെയും അബിയുടെ റൂമിലോട്ട് വരികയാണ്. എന്നിട്ട് ആ കഥക് പതിയെ ചാരിയിട്ടേ ഉള്ളല്ലോ. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ അബി നല്ല ഉറക്കമായോ നോക്കുന്നുണ്ട്. അബി നല്ല ഉറക്കമായി എന്ന് കണ്ടപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പതിയെ അകത്തേക്ക് കയറി വന്നിട്ട് ആ ചാവി അവിടെ നിന്ന് എടുത്തിട്ട് കബോർഡ് തുറന്നിട്ട് ആ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ എടുത്ത് മുത്തശ്ശൻ പോക്കറ്റിലിട്ടിട്ട് കബോർഡ് അതുപോലെ തന്നെ അടച്ച് പൂട്ടി ചാവി ഇരുന്നിടത്ത് തന്നെ ചാവി വെച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി റൂമിലോട്ട് വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്,
ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പറയാനുള്ള സമയം ആയിട്ടില്ല. പറയേണ്ട സമയമാകുമ്പോൾ തന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ഇപ്പം എന്തായാലും താൻ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, താൻ കിടന്നുറങ്ങിക്കോ. തന്നോട് ഞാൻ കിടന്നോളാൻ പറഞ്ഞിട്ടല്ലേ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വരുന്നവരെ നോക്കിയിരുന്നത്. ഇനി എന്തായാലും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ളവർക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഓരോ സമയത്ത് ഓരോരുത്തർക്കാണ് പ്രശ്നങ്ങൾ. ഇത്ര നാളും ആദർശനായിരുന്നു, ഇപ്പം ഇദ്ദേഹത്തിനായി. ഇനി നാളെ ആർക്കാണാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി കിടന്നു കഴിയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ആ ഫോൺ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് ബട്ടണിൽ ഞെക്കുമ്പോഴേക്കും തന്നെ അവിടെ അനഘയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ആണ് വരുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈശ്വര, ഇത് അനഘയുടെ ഫോണാണോ? ചന്തുമോളുടെയും അനഘയുടെയും ഫോട്ടോ ആണല്ലോ. ഇതെങ്ങനെ ഇവൻ്റെ കയ്യിൽ വന്നു? ഇവൻ എന്തിനാണ് ഈ ഫോൺ ഒളിപ്പിച്ച് വെക്കുന്നത്? ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തായാലും ഈ ചന്തുമോളുടെ പിന്നിൽ അഭി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ചന്തുമോളുടെ അച്ഛൻ അഭിയാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയം കൂടിക്കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ ഫോൺ ലോക്ക് അഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചന്തുമോളുടെയും അനഘയുടെയും കുറേ കൂടെ വിവരങ്ങൾ കിട്ടിയേനെ. താമസിയാതെ തന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെ മുത്തച്ഛൻ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ ആ ലോക്ക് അഴിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോക്ക് അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് മുത്തച്ഛൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഫോണിൻ്റെ ലോക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമായേനെ, എല്ലാ സത്യങ്ങളും അറിയാൻ പറ്റിയേനെ. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോണിൻ്റെ ലോക്ക് അഴിപ്പിക്കണം, അതിന് വിശ്വസ്തരായിട്ടുള്ള ഒരാളെ തന്നെ ഏൽപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴും മുത്തച്ഛൻ ഓർക്കുന്നുണ്ട്, ആദർശിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം. ആദർശനാകുമ്പം ആദർശിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് മുത്തച്ഛൻ. അങ്ങനെ മുത്തച്ഛനും ആ ഫോൺ എടുത്തിട്ട് മുത്തച്ഛൻ്റെ കബോർഡിനുള്ളിൽ വെച്ചിട്ട് മുത്തച്ഛൻ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുമ്പോഴേക്കും തന്നെ മുത്തച്ഛൻ ആലോചിക്കുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ അഭി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭി ചെയ്ത കുറ്റങ്ങളെല്ലാം ആദർശിൻ്റെ തലയിൽ വെച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അനഘയുടെ ഫോൺ എങ്ങനെയാണ് അഭിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുക? പിന്നെ അവനെന്തിനാണ് ഈ ഫോൺ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? ഈ ഫോൺ ആരുടെയും കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ തന്നെ അത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മുത്തച്ഛൻ. എന്തായാലും ചന്തുമോളുടെ അച്ഛൻ അഭി തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുത്തച്ഛൻ കിടക്കുന്നുണ്ട്. എന്നിട്ട് മുത്തച്ഛൻ അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും കൂടി ഇങ്ങനെ മനസ്സിൽ ഓർത്തു നോക്കുന്നുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ മുത്തച്ഛൻ ഇങ്ങനെ ഒന്നും കൂടി ആലോചിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആദർശനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ അഭി വരുന്നു. പിന്നെ അഭിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും തന്നെ അഭി നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും അഭിയുടെ മുഖത്തോട്ടായ ആ ഒരു പേടിയും വെപ്രാളവും പിന്നെ അഭിയുടെ ആ ഒരു പരങ്ങലും പിന്നെ തിരിച്ച് കുട്ടിയെ കുട്ടി തൻ്റെ കുട്ടിയാണ്, കുട്ടിയുടെ പിതൃത്വം താൻ ഏറ്റെടുത്തോളം എന്നൊക്കെ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് പറയുന്നതും ആദർശിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ മുത്തശ്ശനെ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, കാരണം നവ്യേനെ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നവ്യേനെയും കുഞ്ഞിനെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എല്ലാവരോടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെരുമാറുന്നുണ്ട്. ഇതൊക്കെ ഇവൻ്റെ ഒരു അടവാണ്. ആദർശിനെ മോശക്കാരനാക്കാനുള്ള ഒരു അടവ് തന്നെയായിട്ട് മുത്തശ്ശന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവൻ അത്രയും വലിയ ത്യാഗം ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ഒരു കാര്യവും ഇല്ലാതെ അവൻ ആരും സ്നേഹിക്കാറുമില്ല. അവൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്, ഇവിടെയും അതുപോലെ തന്നെയാണ്. അവൻ്റെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാമെന്ന് പറഞ്ഞത്. ശരിക്കും അവൻ എന്നെ ആദർശനെയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നാളെ ഈ ഫോൺ ലോക്ക് അടിക്കുമ്പോഴേക്കും തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരും. എന്നിട്ട് ഞാൻ അവനെ നല്ലൊരു പാഠം പഠിപ്പിക്കും, വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അബിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണെന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തച്ഛൻ അബീനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവയുടെ റൂമിൻ്റെ അതിലേക്ക് പോയപ്പോഴാണെങ്കിലും അബി ഇങ്ങനെ എല്ലാം കബോർഡിലെ തുണിയൊക്കെ വലിച്ചിട്ടിട്ട് നോക്കുന്നുണ്ട്. ആ ഫോണ് മുഴുവൻ ഇടങ്ങളിലും കിടന്ന് തപ്പുന്നുണ്ട്. രാത്രി ഞാൻ ഈ ഫോൺ ഇവിടെ തന്നെയാണല്ലോ വെച്ച്, പിന്നെ പെട്ടെന്ന് ഈ ഫോൺ എവിടെ പോയി? കബോർഡൊക്കെ പൂട്ടിയതുപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്, ചാവി ഞാൻ വെച്ചിട്ട് തന്നെയുണ്ട്, പിന്നെ ഈ ഫോൺ മാത്രം എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് അബി. അപ്പോൾ അബിയുടെ മുഖത്ത് ആ ഒരു ടെൻഷനും ഉണ്ട്. ഈ ഒരു ഫോൺ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളത് അബിക്കറിയാം. അതുകൊണ്ട് തന്നെ അബി മാക്സിമം ആരോടും ഇത് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അബി ഇങ്ങനെ തന്നെത്താനെ ആ ഫോൺ ഇങ്ങനെ തിരയുകയാണ് ആ റൂം മുഴുവൻ. ആ റൂമിൽ മുഴുവൻ അബി ഇങ്ങനെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് ഫോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട്. തപ്പടാ, നന്നായിട്ട് തപ്പ്, നീ ആ ഫോൺ നിനക്ക് ആ ഫോൺ കിട്ടാൻ പോണില്ല. എന്തായാലും ആ ഫോണിലുള്ള രഹസ്യങ്ങൾ ഇന്ന് എന്തായാലും ഞാൻ അറിയും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. മുത്തശ്ശൻ നേരെ ഫോൺ കണ്ട് ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, മോനെ നീ ഈ ഫോൺ കണ്ടോ? ഈ ഫോൺ അനഘയുടെ ഫോണാണ് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും, അനഘയുടെ ഫോൺ എങ്ങനെയാണ് മുത്തശ്ശൻ്റെ കയ്യിൽ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെനിക്ക് അബിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ്, ഇത് അബി രഹസ്യമായി ഒളിപ്പിച്ച് വെച്ചിരുന്ന ഫോണാണ്,
ഇന്നലെയാണ് ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്. അതായത് ഇന്നലെ രാത്രി എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് ഉറക്കമില്ലാതിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി. അങ്ങനെ ഹാളിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും തന്നെ അബി ഇങ്ങനെ ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് അബിയുടെ മുറിയിൽ വരെ, അബിയുടെ മുറിയുടെ ഫ്രണ്ട് വരെ ഒന്ന് പോയപ്പോഴേക്കും തന്നെ അബി ഈ ഫോൺ കബോർഡിൽ വെച്ച് പൂട്ടുന്നത് ഞാൻ കണ്ടു. അവൻ എന്തിനാണ് ഈ ഫോൺ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത് എന്നുള്ളൊരു സംശയം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഫോൺ അവിടുന്ന് അവനറിയാതെ എടുത്തുകൊണ്ട് വന്നത്. എടുത്തുകൊണ്ട് വന്നിട്ട് രാത്രിയിൽ തന്നെ ഞാനത് നോക്കിയപ്പോഴേക്കും അതിൽ അനഘയുടെയും ചന്തുമോളുടെയും ഫോട്ടോ കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അനഘയുടെ ഫോണാണെന്നുള്ള കാര്യം. ഇനി ഈ ഫോണിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഫോണിൻ്റെ ലോക്ക് അഴിച്ചെടുക്കണം. ഇത് ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി കൊടുത്താലേ ഇതിൻ്റെ ലോക്ക് അഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശായി പറയുന്നത്? അനഘയുടെ ഫോൺ എങ്ങനെയാണ് അബിയുടെ കയ്യിൽ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എടാ മോനെ, ഈ ചന്തുമോളുടെയും അനഘയുടെയും പിന്നിലെ ഇവൻ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെല്ലാം നിന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ നോക്കിയതാണ്. ഒന്ന് തന്നെ നീ ഓർക്കുന്നുണ്ടോ, അനഘ മരിച്ചിട്ടില്ല, തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്കും അവനിലുണ്ടായ പേടി, അതുപോലെ തിരികെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കുഞ്ഞിന് പിതൃത്വം താൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ വലിയ ത്യാഗം ചെയ്യാനൊക്കെ തയ്യാറായത്. ഇതെല്ലാം അവൻ്റെ ഒരു ആസൂത്രണമായിരുന്നു. അവൻ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അനഘ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, അനന്തപുരിയിലെ കൊച്ചുമകൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം. പക്ഷേ അത് ഏത് കൊച്ചുമകൻ്റെ ആണെന്ന് അനഘ പറയാത്തിടത്തോളം കാലം അവൻ അതൊരു മുതൽക്കൂട്ടാക്കി എടുത്തു. അവൻ അതിൽ നിന്ന് അത് നിന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി അവൻ്റെ ഒരു കള്ളത്തരവും നടക്കില്ല. ആ കള്ളത്തരങ്ങളെല്ലാം നമുക്ക് പൊളിച്ചെടുക്കണം. അതിന് കിട്ടിയ ഒരു തെളിവാണ് ഈ ഫോണ്. ഈ ഫോൺ ലോക്ക് അഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലെ രഹസ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അവനെ നിഷ്പ്രയാസം കണ്ടെത്താൻ പറ്റും. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നവ്യനെ കുറിച്ചിട്ടാണ്. കാരണം നവ്യ ഇപ്പം ഉടനെ തന്നെ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ആ ഒരു സമയത്ത് നവ്യ ഇത് അറിയുമ്പോഴുണ്ടാകുന്ന നവ്യയുടെ ആ ഒരു മാനസികാവസ്ഥ, അതാണ് ഞാനിപ്പോൾ ഓർക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇതെന്തായാലും എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ മുത്തശ്ശ, അങ്ങനെ മൂടി വെച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ. അവനിലെ കള്ളത്തരവും അവൻ്റെ ഈ നല്ല പിള്ള ചമയലും ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ ഈ കാര്യം ഏറ്റുമുത്തശ്ശ, ഇനി ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത്. നയനെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ മുമ്പിൽ ഞാനിപ്പോൾ ഒരു തെറ്റുകാരനാണ്. അതുകൊണ്ട് ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല എന്നുള്ള കാര്യം എനിക്ക് തെളിയിക്കണം എന്നൊക്കെ അങ്ങനെ ആദർശം പറയുന്നുണ്ട്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം എല്ലാവരും എന്നെ അവിശ്വസിച്ചിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല. അനഘയെ വഞ്ചിച്ചത് അബിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ ആരും അവനൊരു വക്കാലത്തുമായിട്ട് വന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് കൊണ്ടുപോയി ആദർശിനെ അറിയാവുന്ന തന്നെ ഒരു മൊബൈൽ കടക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫോണിൻ്റെ ലോക്ക് അഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ ലോക്ക് അഴിച്ചുകൊണ്ട് തന്നെ ആദർശ് നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും ആദർശും നയനയും കൂടെ ഇരുന്നുകൊണ്ട് അവരുടെ റൂമിലിരുന്ന് ആ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, നമ്മൾ സംശയിച്ചെല്ലാം ശരിയാണ്. അബിയും അനഘയും തമ്മിലുള്ള ഫോട്ടോസാണ് ഇത് മുഴുവൻ. ഈ കാണുന്നതെല്ലാം അബിയുടെ നമ്പറാണ്. അവർ വാട്സപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജസും അവസാനമായിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെസ്സേജുകളും എല്ലാം തന്നെ ആദർശ് മുത്തശ്ശനെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനഘ അയച്ചിട്ടുള്ള വോയിസുകളെല്ലാം തന്നെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനഘയാണെങ്കിൽ ബുദ്ധിപരമായിട്ട് തന്നെ അബിയെ വിളിച്ചിട്ടുള്ള എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അബി പറയുന്ന കാര്യങ്ങളും എല്ലാം മുത്തശ്ശന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയുള്ള അവർ പ്രേമിച്ച് നടന്നിരുന്ന കാലം മുതൽ ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും കോളുകളും എല്ലാം തന്നെ ആ ഫോണിലുണ്ടായിരുന്നു. നീ ഇപ്പോൾ നിന്റെ വീട്ടുകാരെ മാത്രമല്ല, നിന്റെ ഭാര്യയെ പോലും നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയോ അമ്മയാകാൻ പോകുന്ന നിന്റെ ഭാര്യനെ പോലും നീ എത്ര ഇതായിട്ടാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യ അതിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആദർശും നായനെയും മുത്തശ്ശനും കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ആദർശം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നിൽക്കവിടെ, ഇപ്പം അല്ല, ഇതിനെല്ലാം ഒരു സമയമുണ്ട്, എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. ഈ തെളിവ് മാത്രം പോരാ. ഇപ്പോഴും ചന്തുമോള് വിശ്വസിക്കുന്നത് നീയാണ് അവളുടെ അച്ഛന്. ആ കുഞ്ഞിനെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞറിയാതെ എല്ലാ കാര്യങ്ങളും വളരെ ഇതായിട്ട് തന്നെ ചെയ്യണം. അനഘയ്ക്ക് ഇന്നോ നാളോ അവൾ മരിക്കും എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അതിനു മുമ്പും ആ കുഞ്ഞിനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണമെന്നും അബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണമെന്നും അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും അബിയാണ് ഓരോ കള്ളത്തരങ്ങളിലും മേൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അവസാന നിമിഷം അത് അബി കുഞ്ഞിനെ ഏറ്റെടുക്കില്ല എന്ന് കണ്ടപ്പോഴായിരിക്കും ആ കുട്ടി വേണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ എന്നെ വിളിച്ചത് അറിഞ്ഞപ്പോഴായിരിക്കും വേണമെങ്കിൽ ആ കുട്ടിയെ ഈ അവസ്ഥയിലാക്കിയത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവൻ്റെ കളികളാണ്. എല്ലാം അവൻ്റെ കളികൾ തന്നെയാണ്. ഇവൻ ഇത് വെച്ചിട്ട് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഓരോന്ന് നേടിയെടുക്കാനാണ് ശ്രമിച്ചത്. എന്തായാലും അവൻ എല്ലാവരും ചിരിച്ചുകൊണ്ട് അവൻ കഴുത്തറക്കുകയാണ്. അവൻ്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് അവനും കിട്ടിയിട്ടുള്ളത്. ഇത്രയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും അവർക്ക് അതിൻ്റെ ഒരു നന്ദിയുമില്ല.
ഇതൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല മുത്തശ്ശ, നല്ല തക്കതായ ശിക്ഷ തന്നെ അവന് കൊടുക്കണം, എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം അത് അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. ഇപ്പൊ തന്നെ ഇത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ അവസ്ഥ എന്താകും? നവ്യക്ക് ഇത് താങ്ങാനുള്ള ശേഷി ഉണ്ടാകുമോ? നവ്യ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുകയല്ലേ, എന്തായാലും അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ വേണം ഇവനെ ഇവിടുന്ന് പുറത്താക്കാൻ എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട്. എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഇപ്പം നയനയും ആദർശും മുത്തശ്ശനും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് അവരുടെ കയ്യിൽ ഒരു തെളിവുമുണ്ട്. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ തക്കതായ തെളിവും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇവർ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ.